അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മനോഹരമായുള്ള റിസോർട്ടാണ്. സൺറൈസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല സെറ്റപ്പാണ് കേട്ടോ. ചുറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്, മനോഹരമായ ചിത്രങ്ങളും നല്ല ആംബിയൻസാണ്, നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. ഇനി നമ്മൾ റൂമിലേക്കൊക്കെ പോകണം. ഇവിടെ വന്ന ശേഷം നമുക്കുള്ള റൂം ഏതാണെന്ന് നോക്കണം. അത് ഇവരോട് ചോദിച്ച് ജ്യോതിയോടൊക്കെ ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഇവിടെ എല്ലാവരും കൂടിക്കഴിഞ്ഞപ്പോൾ കലവില ബഹളമാണ്, കുട്ടികളും എല്ലാവരും കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങളൊക്കെ കൂടിയ ആളുകളാണ്, അപ്പോൾ അപ്സ്റ്റെയറിലാണ്, ഇവർക്കൊക്കെ താഴെ. അതെ 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 അതെ. അങ്ങനെ നമ്മുടെ റൂം അപ്സ്റ്റെയറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. നല്ല മനോഹരമായിട്ടുള്ള ഓർക്കിഡ് ഫ്ലവറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിയിട്ട് ഇവിടെ നല്ല ബാൽക്കണിയൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ജ്യോതിയോട് ചോദിച്ചിട്ട് നമ്മുടെ റൂം നോക്കാം. തൊട്ടപ്പുറത്തെ റൂമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ റൂമിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ റൂമിലേക്ക് എത്തിയിട്ട് നമ്മുടെ റൂമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ എന്ത് മനോഹരം എന്നൊക്കെ, ചുറ്റുപാട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാ നമ്മുടെ റൂമിലേക്ക് വന്നു. കൊള്ളാം, നമ്മുടെ റൂം വിശദമായിട്ട് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ. ഇത് ഓക്കെയാണെന്ന് ഞങ്ങൾ പറയാം, ബാത്റൂമിലേക്ക് കയറിയിട്ട് പറയാം. അപ്പം ഞങ്ങളിതാ നമ്മുടെ ഏർക്കാട് തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ബോട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ പറയട്ടെ ഞങ്ങൾ വന്നേക്കാണ്. ഇത് നമ്മള് പറയാം. അപ്പൊ അടുത്ത സ്ഥലത്ത് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റൂമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് അപ്പിയറൻസിന് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ ബിൽഡിംഗ് ആണ്, അത് കാരണം നല്ല റൂംസ് ഒക്കെയാണ്. നമ്മൾ നേരത്തെ എടുത്ത ഹോട്ടലിലെ റൂമിനേക്കാളൊക്കെ ശ്രീലക്ഷ്മിയേക്കാളൊക്കെ വളരെ ഫാർ ബെറ്റർ ആണ് ഈ റൂം. നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടത്. ഞാൻ നിങ്ങൾ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാ നല്ല ബെഡാണ്, അതുപോലെ ടി വി ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ഫ്രഷ് ഫീലിങ്സ് ഇവിടെ വരുന്നുണ്ട്, കാരണം പുതിയ ബിൽഡിംഗ് ആയതിന്റെയാണ്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ, ടോയ്ലറ്റ് ഒക്കെ നല്ല മനോഹരമാണ്. ഇതാ കടോ അടിപൊളിയായിട്ടുണ്ട്, സൗകര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നല്ല മനോഹരമായ വ്യൂ ആണ്. ഇത് കണ്ടോ, ഡോർ തുറക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വളരെ പ്രകൃതി ഭംഗിയായിട്ട് എങ്ങും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള എങ്ങും ഹരിതാപമായിട്ടുള്ള ഒരു സീനറിയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. കണ്ട ലോങ് വ്യൂവിൽ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. കണ്ടോ പരിസരമൊക്കെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഒരു വീട് താമസമൊന്നും, അവിടെ ഭയങ്കര മൈക്കൊക്കെ വെച്ച് വലിയ പാട്ടൊക്കെ ഉണ്ട്. ആ നോയ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ്. കണ്ടോ സൺറൈസ് ഇൻ, ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റിസോർട്ട് തന്നെയാണ്, അത് പറയാതെ വയ്യ. ഇനി ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിയൊക്കെ നമുക്ക് നടത്താനായിട്ട്, അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ഇതേ ഇസുവായിട്ട് ഞങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെയാണ് നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. ഭക്ഷണം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വിട്ടുപോയി. കണ്ടോ ഇത് നമ്മുടെ ഈ സൺറൈസ് ഇൻ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. നല്ല മനോഹരമായിട്ടുണ്ടല്ലേ, നല്ല ആംബിയൻസ് ആയിട്ടോ. ഒരു ശല്യവും ഇല്ല, വേറെ തരത്തിലുള്ള ശല്യങ്ങളൊന്നുമില്ല. നല്ല മനോഹരമായ ദൃശ്യവിരുന്നൊക്കെ നമുക്ക് ചുറ്റുപാടും ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് താഴെയുള്ള ചെയറൊക്കെ ഫില്ലായതുകൊണ്ട് നമ്മളിവിടെ മുകളിലേക്ക് അപ്സ്റ്റെയറിൽ ഒരു ഏരിയ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് നമ്മൾ പോവുകയാണ്. സ്റ്റെയർ കയറി അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. മുകളിലെത്തിയിട്ട് അവിടെ ഫുള്ള് ഗ്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ള സറൗണ്ടിങ്സ് വളരെ സുതാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ ഇവിടെ നമുക്ക് ഡോക്ടർ റുബിയൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട്. ചാരു ഇരിക്കുന്നുണ്ട്, ഡോക്ടർ ചാരു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. താഴേക്ക് നോക്കി, നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. താഴെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ചുറ്റുപാടുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ചുറ്റും നല്ല കാട് പോലെ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അത് ഇവിടെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യാണ്. ഡോക്ടർ ജ്യോതി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നന്ദിതയ്ക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത് നമ്മൾ ബേഡ്സ് പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ പ്രധാന താരങ്ങൾ വരുന്നുണ്ടോ, ഒരു സ്ലോ മോഷനിൽ മ്യൂസിക് ഇട്ടേട്ടോ.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു വന്ന് വീണ്ടും റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്. പാർക്ക് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് പാർക്കാണ്. അവിടെ പോകാം. ആ ശരി, ഇസുവിനൊരു കളിക്കുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബബിൾസ് ഉണ്ട്. അപ്പോൾ ഇസു ഇങ്ങനെ പ്രസ് ചെയ്ത് കളിക്കുകയാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് പറയും പോലെ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് ബേർഡ്സ് പാർക്കിൽ കൂടി പോയി വന്നതിന് ശേഷം ഈവനിങ് ഇവിടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു DJ പാർട്ടിയൊക്കെ ഉണ്ട്. DJ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഒരു DJ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം നാളെ ഇവരുടെ കോളേജിൽ ഇവർ BHMS പഠിച്ചിട്ടുള്ള കോളേജിലേക്ക് നാളെ പോകും. വിനായക മിഷൻ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് സേലം. അവിടെ നാളെ ഒരു ഓർമ്മ പുതുക്കലിനായിട്ട് നാളെ അങ്ങോട്ട് പോകും, നാളെ രാവിലെ. അതിനുശേഷം നാളെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈവനിങ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഇത് അത് കളിക്കാം, നമുക്ക് പോയി വന്നിട്ടാണെങ്കിൽ കളിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അല്പം റെസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല, അല്പസമയം റെസ്റ്റ് ചെയ്ത് വീണ്ടും വീഡിയോ തുടരുന്നതാണ്. ഓക്കെ, ഇത് വീഡിയോ ആണ്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ബേർഡ്സ് പാർക്കിലേക്ക് വീണ്ടും ഒരു യാത്ര തുടങ്ങി കേട്ടോ. കുറച്ച് പേരുള്ളൂ, ഇതാ ഇവരൊക്കെയാണുള്ളൂ കേട്ടോ. റെഡി ആയിക്കോ. അങ്ങനെയാണ്, നമ്മുടെ ഓരോ മൊമെന്റ്സും വേണമല്ലോ, കണ്ടിന്യൂറ്റി വേണമല്ലോ. അപ്പൊ നമ്മൾ ബേർഡ്സ് പാർക്കിൽ പോയിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ഇതാ അങ്ങനെ ഞങ്ങള് കിഡ്സ് പാർക്കിൽ ബേർഡ്സ് പാർക്കിൽ വന്നിട്ടോ. ബേർഡ്സ് പാർക്കിൽ വന്നിട്ട് അതാ ഞങ്ങൾ എൻട്രി ചെയ്തൊക്കെ അകത്തേക്ക് കേട്ടോ. വൈകിയ വേളയിലാണ്. ഇപ്പൊ ഇനി 1 മണിക്കൂർ സമയമുള്ളൂ. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ അഡൽട്ടിന് 300 രൂപയും 100 സെൻറ്റിമീറ്റർ ഉള്ള കിഡിന് 200 രൂപയാണ് ചാർജ് കേട്ടോ. അഡൽട്ടിന് 300 രൂപ. ഇവിടുത്തെ ഫോട്ടോഷൂട്ടാണോ? നമുക്ക് അവിടെ കറങ്ങിയിട്ട് വന്നാൽ പോരെ, അല്ലെങ്കിൽ ഇവിടെ ടൈം വേസ്റ്റ് ആവില്ലേ? ബാ ബാ, അവിടെ ഫോട്ടോഷൂട്ട്, അവിടെ സമയം പോകും. ഇറങ്ങാം. പിന്നെ അല്ലെങ്കിൽ ഫോട്ടോ കഴിയുമ്പോ തന്നെ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറയും. ഇവിടെയൊക്കെ സാധനം ഉണ്ട് കാണണമെങ്കിൽ. എന്ത് ഒട്ടകം കണ്ട ഇസു? മറ്റേ എന്തിനാണ് TV പ്രോഗ്രാം? ഡയാന ആൻഡ് റോമേൽ അല്ലേ? മോനെ കൊടുത്തോ, ഇവിടെ കൊടുത്തോ. എത്തിച്ചു കൊടുക്ക്. അങ്ങനെ നീ കുഞ്ഞിനോട് കേട്ടാ. കുഞ്ഞിനോട് കേട്ടാ. കുഞ്ഞിന് വേണ്ട, ഡിമാൻഡ് ഇല്ല. വലുതിന് കൊടുക്ക്. ഞാൻ മോളിൽ കൂടെ കൊടുക്ക്. ഇത് കൂടെ കൊടുക്ക്. ഇങ്ങനെ ഇടല്ലേ, അത് മോളിൽ വരും. എത്തൂലെന്നോ കേട്ടോ. അതെ, കൊടുക്ക്. ഇതൊക്കെ ആടിനെ നോക്കി സെറ്റപ്പ് ആടാണല്ലേ, അടിപൊളി. ഒട്ടകം കണ്ടോ? ഒട്ടകത്തിന്റെ പുറത്ത് എന്തോ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. ഒട്ടകത്തിന് എന്തോ ഒരു കംപ്ലൈന്റ് ആണ്. അടുത്ത ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി ഉണ്ട്. അതേ ഇത് കയ്യിൽ നിന്നൊക്കെ നമുക്ക് എന്തോ പച്ചിലകൾ അതിന് തിന്നുന്ന എന്തോ ഇലയാണ് കേട്ടോ.
കൊടുക്കുന്നുണ്ട്. ഒറ്റ കൊത്ത് പോലെയാണ് കടിക്കുന്നത്. ഒറ്റ കൊത്തിനാണ് അകത്തേക്ക് വലിക്കുന്നത്. നോക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കൈ പോകും. കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതാ ചെമ്മരിയാട് കണ്ടോ ഇവിടെ. നേരത്തെ കണ്ട മുട്ടനാടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ബേഡ്സിനെ കാണാനായിട്ട് ഇതിനകത്തേക്ക് കടന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് ബേഡ്സാണ്. ഇത് നമ്മുടെ തലയിലൊക്കെ ചിലപ്പോൾ കൊത്താൻ സാധ്യതയുണ്ട്. പറന്ന് വിശാലമായിട്ട് വിഹരിച്ചിറക്കിയാണ്. അപ്പോൾ തോളത്തൊക്കെ ഇരിക്കുന്നുണ്ടോ, ഒരു സ്റ്റാഫിൻ്റെ തോളത്തൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് തീറ്റ കയ്യിലെടുക്കാം. തീറ്റ കയ്യിലെടുത്ത് ഇങ്ങനെ നീട്ടി പിടിച്ച് കഴിയുമ്പോൾ പക്ഷികൾ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് കഴിക്കും. കണ്ടോ, അതും രസകരമായ കാര്യമാണ്. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് സമയക്കുറവ് പോലെ ഞാൻ പിന്നെ നിർത്തി. ഇവിടെ എന്റെ മോഡൽ ഇതാ ഇസുവിന്റെ കയ്യിൽ പക്ഷി ഇരിക്കുന്നുണ്ട്. ഇസു വളരെ ഹാപ്പി ആയിട്ട് പിടിച്ച തീറ്റ കൊടുക്കുന്നുണ്ടോ, ഫീഡ് ചെയ്യുന്നുണ്ടോ. അടിപൊളി. ഇസുവിന് ഭയങ്കര സന്തോഷമായിട്ട് കണ്ടോ. ഇസുവിന്റെ ചിരി കണ്ട അടിപൊളി. ഇത് നമ്മൾ ഇവിടെ മലേഷ്യ പോയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഡോക്ടർ റുബി വളരെ പേടിച്ച് പറിച്ചത് അത്തയെ കൈമാറി. ഇതാ ഇഷു അടുത്ത കിളികൾക്ക് അതേ ഫീഡ് ചെയ്യണുണ്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ടുള്ള റെഡ് കളറിലുള്ളൊരു പക്ഷിയാണ് കേട്ടോ. ഇസുവിന്റെ കൈ ഇതാ കൊത്തിയെടുക്കട്ടോ. ഇഷു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ബജിയുടെ ഒരു മാർക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ ഫുള്ള് ബജി ഷോപ്പുകളുണ്ട്. ഒരുപാട് വെറൈറ്റി ബജി ഷോപ്പുകളാണ്. നല്ല ഫുൾ തിരക്കാണ് എല്ലാ ഷോപ്പുകളിലും കണ്ടോ. കണ്ടോ, എല്ലാ ഷോപ്പിലും നല്ല തിരക്കാണെന്നുള്ളതാണ്. അതാ ഇവിടെ ഹോട്ട് ബജി ഷോപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട്. സാലുകളുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാം. കണ്ടോ, ഇവിടെ എഴുതിച്ചിട്ടുണ്ട് മുകളിലെന്ത് പറഞ്ഞു വാങ്ങിക്കാം. അത് വേറെ നല്ല കടന്ന് വാങ്ങിക്കാം. ഇപ്പൊ മനസ്സിലാക്കാം കേട്ടോ. മെർസിയുടെ മുളകാണല്ലോ. ഏതാണ് ബജ്ജി വേണോ നമുക്ക് കോളിഫ്ലവർ വേണോ? കുറച്ച് മതി, ചെറിയ ക്വാണ്ടിറ്റി. சார் சேர் எப்படி போட்டு உட்காருங்க பாஸ், சேர் எப்படி போட்டு உட்காருங்க. നമ്മളായിട്ട് അവർക്ക് വെയിറ്റ് ഇതെല്ലാം ബജ്ജി ഷോപ്പാണ്. ഇവിടെ കാണുന്നുണ്ട് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഇവിടെ കണ്ടോ മുകളില്. അവിടെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബജ്ജി ഇങ്ങനെ മുളക് തൂക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബജ്ജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കേട്ടോ നല്ല ടേസ്റ്റ് ആണ്. ഇവിടുത്തെ ഐറ്റംസിനൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. മസാല ദോശ ആണെങ്കിൽ അതുപോലെ എല്ലാ സാധനം. ഈ കടയിൽ എന്താ ഭയങ്കര തിരക്കാണ്ട്. ഇവിടെ എന്താ നോക്കട്ടെ കേട്ടോ. ഇവിടെ മീൻ വറുത്തതൊക്കെയാണ് നമുക്കിവിടെ, അതിനാണ് തിരക്ക് കേട്ടോ. മീൻ കല്ലിൽ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. അതിന് നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. ഇതുണ്ടോ മീൻ വെച്ചിരിക്കുന്നുണ്ടോ, എന്നിട്ട് കല്ലിൽ വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി കണ്ടോ, ഒരു രക്ഷയില്ല. നല്ല തിരക്കാണ് ഇവിടെയൊക്കെ ഷോപ്പിൽ കേട്ടോ. എന്നാലും നമുക്കിതൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കണ്ടോ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഷോപ്പുകളിലൊക്കെ ബിസിയാണ് കേട്ടോ. അവിടെ നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, റെഡിയായി എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ കോളിഫ്ലവർ ലൈവായിട്ട് വറുത്തെടുക്കാൻ നമുക്ക് തരാം കേട്ടോ. பார்சல் தானே உங்களுக்கு கண்டெய்னர்
കേട്ടോ, വറുത്ത് കോരി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. நூடுல்ஸ் என்ன பாருங்க அப்படியே கிளறுங்க. ഒരാളിലൊക്കെ എങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. മുളക് ബജിക്ക് അവർ അരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കാനുണ്ടോ. നമ്മുടെ ഓംലെറ്റ് ആ ചട്ടി കിട്ടിയിട്ടുണ്ട്, കഞ്ഞി കിട്ടുന്നുണ്ടോ, അതിപ്പോ തന്നെ എടുത്തു തരും. ഇവിടെ ലൈവായിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് വെക്കുന്നതല്ല, നമുക്ക് ഓർഡർ അനുസരിച്ചാണ് എടുത്തു തരുന്നത് കേട്ടോ. ഇതുപോലെ കോളിഫ്ലവർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചു. നമ്മുടെ കോളിഫ്ലവറും അതുപോലെ തന്നെ ഒരു ഓംലെറ്റും വാങ്ങിച്ചു കേട്ടോ പാഴ്സല്. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇനി അടുത്ത പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ DJ പാർട്ടി അതുപോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫുഡും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഐസുവിന് മിഠായി വാങ്ങിച്ചിട്ടുണ്ടാ, ഐസു നിറക്കണ്ട, ഇതാ ഐസു കൈ പിടിച്ചേക്കണ്ടോ. ആ അപ്പൊ നമ്മളിതാ നമ്മുടെ ബസ്, മിനി ബസ് വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോണത് കണ്ടോ. ഇതാ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യണു. EN3K7835. കയറിക്കോ കേട്ടോ, നടക്കും മുന്നേ ചെല്ല്. ഇരുട്ടായി, ലൈറ്റ് ഇല്ല. ഇതാ നമ്മുടെ ബസ്സിലൊരു വ്യൂ ഉണ്ടോ. ഇതാണ് നമ്മുടെ ബസ്സിന്റെ ഇൻസൈഡിലുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. ഇപ്പം തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ റൂമിലേക്ക് നമ്മളെത്തും. അപ്പോൾ അവിടെ ചെന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇതാ നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞ് കണ്ടോ, കോട ഒരു രക്ഷയില്ല, കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ പുക പോലെ കണ്ടോ. ഇതിവിടെ കോടയാണ് കേട്ടോ. നല്ല അടിപൊളി രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിട്ട്. നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ എന്ത് രസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും. ഇതുണ്ട് ഫുള്ള് കോടയാണ് കേട്ടോ, കോട രാത്രി നല്ല രസമല്ലേ നോക്കി. അങ്ങനെ നമ്മള് ഹോട്ടലിൽ എത്തിയിട്ടോ, നല്ല കോടയാണ് പുറത്ത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ബോയ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഡോക്ടർ ശ്രീരാജാണ്. അദ്ദേഹം ഇപ്പോൾ സെയിം കോളേജിൽ തന്നെ അനാട്ടമി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അദ്ദേഹം പഴയ എല്ലാവരെയും വീണ്ടും കണ്ടപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് നന്ദതയ്ക്ക്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിട്ടുന്നതല്ലേ. തലവേദനയൊക്കെ മാറിയോ? കുഴപ്പമില്ല, നേരത്തെ പോയി കണ്ടിട്ടുള്ളതുകൊണ്ട്. പിന്നെ ടൈം ആയില്ല, 1 മണിക്കൂർ ഉണ്ടായല്ലോ പെട്ടെന്ന് ഓടിക്കണോണ്ട്. മഴയും വന്നു. ഇതാ നന്ദ തന്നെ പരിചയപ്പെടുത്താനുള്ള തിടുക്കത്തിൽ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും കൊടുമ്പിരി കൊണ്ട സംഭാഷണങ്ങളാണ് എല്ലാവരും ഓരോരുത്തരായിട്ട്. അവിടുത്തെ കഴിയട്ടെ. എറണാകുളത്തോടെയാ? എറണാകുളം പ്രോപ്പർ ഇപ്പൊ താമസിക്കുന്ന തൃപ്പൂണിത്തുറ. എന്റെ ശരിക്കും വീട് പാലക്കാട്. പാലക്കാട്ടോ. ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ കറങ്ങി വൈകിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾക്ക് വൈകിട്ട് താഴെ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് ഉറങ്ങാം. അപ്പൊ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട് താഴെ എന്ന് പറയാം. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് താഴെ. വൈകിട്ട് നല്ല മഴയായിട്ടോ. മഴയായതുകൊണ്ട് ഇപ്പൊ നമുക്ക് ക്യാമ്പ് ഫയറും ചെയ്യാൻ പറ്റില്ല. കണ്ടോ, മോളിൽ നിന്ന് നല്ല വെള്ളം വേണ്ടത്. ബാൽക്കണിയൊക്കെ കണ്ടോ. ഇവിടെ ഇപ്പൊ കറണ്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഇൻവെർട്ടറിലാണ് അത്യാവശ്യം ലൈറ്റൊക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ താഴെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇത് ക്യാമ്പ് ഫയറൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്, ഒന്നും നടന്നില്ല. കണ്ടോ, പുറത്ത് നല്ല മഴയും നല്ല തണുപ്പാണ് കേട്ടോ. ഇത് മിനി ഊട്ടി എന്നാണല്ലോ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ, ഏർക്കാട്. കണ്ടോ, ഇത് നമ്മൾ ഒരു റിസോർട്ട് സെറ്റപ്പിലാണ്. ബാഗ് അവിടെ ഉണ്ട് കേട്ടോ. നല്ല മഴയാണ് ഇവിടെ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ട് വരുമ്പോൾ എടുക്കാം കേട്ടോ.
നന്ദയുടെ ഫ്രണ്ട് ഡോക്ടറും ആയിട്ട് വർത്താനം പറഞ്ഞു നിൽക്കുകയാണ്. അവർ ക്ലാസ്മേറ്റ്സ് ആണ്. നല്ല മഴയാണ്, നല്ല തണുപ്പായി തുടങ്ങിയിട്ട് പുറത്ത് നിൽക്കാൻ പറ്റാത്ത നല്ല തണുപ്പായി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു റിസോർട്ട് ആയിട്ട് തന്നെ. ഇതൊരു 2-3 നില ഉള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നല്ല ഏരിയ കേട്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എല്ലാം സജീവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭക്ഷണം ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഏതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം എന്ന് അറിയില്ല. ഇവരോട് ചോദിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് നമുക്ക് മുകളിൽ റൂമിലേക്ക് പോവാം. ഇവിടെ എല്ലാവരും സീറ്റിംഗ് ഒക്കെ ഏതാണ്ട് ഫുള്ളായിട്ടിരിക്കും, ചെയറുകളില്ല ഇവിടെ ഇരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇത് കഴിക്കാം എന്നുള്ള ഐഡിയയിലാണ്. ജ്യോതി ബിസിയാണ്, ചോദിക്കണം. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ വന്നുകൊണ്ട് നമുക്കതെല്ലാം പാളിപ്പോയി. നല്ല തണുപ്പുണ്ട്, പുറത്ത് നിൽക്കാൻ പറ്റില്ല. തണുത്തിട്ട് മഴയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളതിന് ഫുഡ് എടുത്തിട്ട് മുകളിലേക്ക് വന്നിട്ട് നമ്മൾ ചപ്പാത്തിയും ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് താഴെ റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തിട്ട് മുകളിലേക്ക് വന്നിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളാവാം. നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയുടെ കാത്തിരുന്നാണ് പാളിപ്പോയി. DJ പാർട്ടിയൊക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ നിന്നാണ് എല്ലാം പാളിപ്പോയി. മഴ മഴ ഒന്ന് കുറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പ്ലാനിലേക്ക് തിരിച്ചു വരും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഫുഡ് റെഡി ആയിരിക്കുന്നുണ്ടോ? ചപ്പാത്തി, ബട്ടർ ചിക്കൻ, നന്ദിത ഗ്രേവി മാത്രം. കാരണം മറ്റൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞു കേട്ടോ. ചിക്കനും ബട്ടർ ചിക്കനും അതുപോലെ ചപ്പാത്തിയാണ് കഴിച്ചത്. ബട്ടർ ചിക്കൻ കറിക്ക് നല്ല എരിവായിരുന്നു കേട്ടോ. കാരണം എനിക്കൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കഴിച്ചില്ലെന്ന് തന്നെ വേണം പറയാൻ. ബാക്കി ഒരു ചപ്പാത്തി 2 ചപ്പാത്തിയും കഴിച്ചു. അപ്പോഴേക്കും വയറ് പറഞ്ഞു. നമ്മൾ പോകുന്ന വഴിക്ക് ആ ഒരു ബജിക്കടയിൽ നിന്ന് ഓംലെറ്റും അതുപോലെ തന്നെ കോളിഫ്ലവർ എൻ്റെ ഒരു ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ അതും കൂടി കുറച്ച് കഴിച്ചുകൊണ്ട് വിശപ്പ് പെട്ടെന്ന് കുറഞ്ഞിരുന്നു. അപ്പോൾ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 2 ചപ്പാത്തിയും ഇതും ഗ്രേവി പോലും കഴിക്കാൻ പറ്റും. നല്ല എരിവായിരുന്നു. എനിക്കൊട്ടും എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അത് കഴിച്ചില്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ 10:30 മണിയായി. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്തിരിക്കുന്ന വർക്കിലൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ ഐപാഡിലേക്ക് ഒന്ന് കോപ്പി ചെയ്യണം. അതിനുശേഷം ഉറങ്ങാമെന്ന് ആയിരിക്കും. രാവിലെ നാളത്തെ പ്രോഗ്രാം പറഞ്ഞ പോലെ തന്നെ ഇന്ന് കോളേജിലേക്കൊക്കെ പോകാമെന്നുള്ളതാണ് ഇവരുടെ പ്ലാനിങ്. കോളേജിൽ പോയിട്ട് അവിടെ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈവനിങ്ങിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന രീതി. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ചെറിയ 2-3 ഷോപ്പുകളൊക്കെ വന്ന് സ്ട്രീറ്റ് ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള സേലത്തിൻ്റെ വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് വിചാരിക്കണം. അപ്പോൾ അതും മനസ്സിൽ ഉണ്ട് പ്ലാനിങ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുന്നു. ഓക്കെ, ബൈ.